വികസനത്തിന് പണം കണ്ടെത്താനാണ് കേരള ബാങ്ക് രൂപീകരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിൽ പ്രതിപക്ഷത്തിന് ആശങ്ക എന്തിന് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. സഹകരണ ബാങ്കുകളെ തകർക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നാരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കേരള ബാങ്ക് രൂപീകരണത്തെ ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേരളത്തിലെ 14 ജില്ലാ സഹകരണ ബാങ്കുകളിൽ 10 അംഗ സമിതി നടത്തുന്ന പരിശോധന അവയെ തകർക്കാനുള്ള സർക്കാർ ശ്രമത്തിന്റെ ഭാഗമാണെന്നാരോപിച്ച് പ്രതിപക്ഷത്തു നിന്നും പി അബ്ദുൽ ഹമീദ് MLA ആണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. കേരള ബാങ്കിന്റെ മറവിൽ ജില്ലാ സഹകരണ ബാങ്കുകളെ കൊള്ളയടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അബ്ദുൽ ഹമീദ് ആരോപിച്ചു. എന്നാൽ ജില്ലാ സഹകരണ ബാങ്കുകളിൽ ക്രമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നതായി നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് അന്വേഷണമെന്നും രാഷ്ട്രീയ ദുരുദ്ദേശമില്ലെന്നും സഹകരണ ബാങ്കുകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനായാണ് പരിശോധനയെന്നും മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. ഭാവി വികസനത്തിന് സഹകരണ മേഖലയെ പ്രയോജനപ്പെടുത്താനാണ് ശ്രമമെന്നും സഹകരണ ബാങ്കുകളെ കൊള്ളയടിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ വ്യാഖ്യാനം രാഷ്ട്രീയ പ്രേരിതമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ക്രമക്കേടുണ്ടെന്ന് വരുത്തി തീർത്ത് ജില്ലാ സഹകരണ ബാങ്കുകൾ പിടിച്ചടക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും കേരള ബാങ്കിനെ ശക്തമായി എതിർക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. തുടർന്ന് സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസന കാര്യങ്ങളിൽ സഹായിക്കാനായാണ് കേരള ബാങ്ക് രൂപീകരിക്കുന്നതെന്ന് വ്യക്തമാക്കി. ഇത് സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുമെന്നും ഇക്കാര്യത്തിൽ ആശങ്കയെന്തിനെന്ന് മനസ്സിലാകുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ.